യാദവ മേഖലയിൽ, മുസ്ലിം മേഖലയിലൊക്കെ തന്നെ കടന്നു കയറിയാണ് മഹാസഖ്യത്തിന്റെ വോട്ടുകൾ പിടിച്ചാണ് ഇന്ത്യ ഇത്ര വലിയ ഭൂരിപക്ഷം നേടിയെടുത്തതും ഇത്രയധികം സീറ്റുകൾ നേടിയെടുത്തത്. നമുക്ക് വോട്ട് വിഹിതം എങ്ങനെയായിരുന്നു എന്ന് കൂടി പരിശോധിക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് 2020 കണക്കുകളാണ്. അന്ന് എൻ ഡി എക്ക് കിട്ടിയത് 37.26% വോട്ട് വിഹിതമാണ് എൻ ഡി എക്ക് ലഭിച്ചത്. അന്ന് BJPയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 19.46%. അന്ന് 74 സീറ്റ് പിടിച്ച BJP നേടിയത് 19.46% വോട്ടുകളായിരുന്നു. അന്ന് JDU പിടിച്ചത് 15.39% വോട്ടുകളാണ് അന്ന് JDU നേടിയെടുത്തത്. HAM ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 0.89% വോട്ട് വിഹിതവും VIP 1.52% വോട്ടുമാണ് നേടിയെടുത്തത്. അതാണ് 2020 വോട്ട് വിഹിതം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ഏതാണ്ട് 37.26% വോട്ട് മാത്രമാണ് അന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. വികാസ്ശീൽ ഇൻസാനാണ് അന്ന് HAMനേക്കാൾ വോട്ട് പിടിക്കുകയും ചെയ്തത്. നമുക്ക് ഇനി ഇത്തവണ അതായത് ഇത്തവണത്തെ വോട്ട് വിഹിതത്തിലേക്ക് പോകുമ്പോൾ വലിയ സ്വീപ്പ് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനു മുൻപ് മഹാസഖ്യം കഴിഞ്ഞ തവണ എത്രയധികം വോട്ട് നേടിയെന്ന് നോക്കാം. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു. 37.23% വോട്ടുകളാണ് അന്ന് മഹാസഖ്യം നേടിയത്. RJD അന്ന് 23.11% വോട്ട് നേടി. കോൺഗ്രസിന് 9.48% വോട്ടാണ് അന്ന് നേടാൻ കഴിഞ്ഞത്. അതായത് വലിയ മുന്നേറ്റം അന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും ഭേദപ്പെട്ട നിലയിലായിരുന്നു അന്ന് RJD ഉണ്ടായിരുന്നത്. CPIML 3.16% വോട്ട് നേടിയിരുന്നു. CPI 0.83% വോട്ടുകളാണ് നേടിയത്. CPM 0.65% വോട്ട് നേടി. മറ്റുള്ളവർ എല്ലാവരും, ചെറിയ പാർട്ടികൾ എല്ലാവരും ചേർന്നുകൊണ്ട് 25.6% വോട്ടുകളാണ് അന്ന് നേടിയത്. നമുക്കിനി ഇത്തവണത്തെ ഇത്ര വലിയ സ്വീപ്പ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ എത്ര വോട്ടുകൾ പിടിച്ചു നോക്കാം. നമ്മൾ ആ മാപ്പ് നോക്കിയാൽ തന്നെ, അതായത് ബീഹാറിന്റെ മാപ്പ് നോക്കിയാൽ തന്നെ അതിങ്ങനെ കാവി പരന്ന് കിടക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വോട്ട് വിഹിതം കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയെ 44.82% ഉയർന്നിരിക്കുന്നു. 37 നിന്ന് 44% ഉയർന്നിരിക്കുന്നു. BJPയുടെ വോട്ട് വിഹിതം 20.86% മാറിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. JDU 18.91% വോട്ട് നേടുമ്പോൾ LJP 5.05%. LJPക്ക് നല്ല രീതിയിൽ വോട്ട് ഉയർത്താനായിട്ടുണ്ട്. അവർ മത്സരിച്ച സീറ്റുകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം, ലീഡ് ഏതാണ്ട് ഒരു സീറ്റ് ഒഴികെ മറ്റു സീറ്റുകളെല്ലാം LJP പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 44.82% വോട്ട് വിഹിതമെങ്കിൽ ഇനി നമുക്ക് മഹാസഖ്യത്തിന്റെ വോട്ട് വിഹിതം കൂടി നോക്കാം. മഹാസഖ്യം പിടിക്കുന്നത് 34.92% വോട്ടുകളാണ് മഹാസഖ്യം നേടിയെടുത്തിരിക്കുന്നത്. RJD 22.7%, കോൺഗ്രസ് 8.55%, 9 നിന്ന് താഴേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. CPIML 3.2%, CPIM 0.65%. മറ്റുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് 13.7% വോട്ടുകളാണ് നേടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2020 അപേക്ഷിച്ച് ഇത് ഈ സമയത്തെ കണക്കുകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. 2020 മഹാസഖ്യം നേടിയത് 37.23% വോട്ടുകളാണെങ്കിൽ അത് ഇത്തവണ 34.92% വോട്ടുകളായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ വന്നാൽ മാത്രമേ ഇതിന്റെ ഒരു പൂർണ്ണതോതിലുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യാദവ ബെൽറ്റുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ NDA വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഔദ്യോഗികമായ കണക്കുകൾ വരുമ്പോൾ ഈ സംഖ്യ വീണ്ടും മാറും. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ